CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഘേഷിന്റെ ഭാര്യയ്ക്ക് വേണ്ടി കണ്ണൂർ സർവകലാശാല നടത്തിയ അതേ ഒളിച്ചുകളി തന്നെയാണ് AN ഷംസീറിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയും നടത്തിയത്. 4 വർഷം കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത എല്ലാ അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും പിരിച്ചുവിടാനും വീണ്ടും വിജ്ഞാപനം പുറപ്പെടുവിച്ച് പുതുതായി ഇന്റർവ്യൂ നടത്തി അധ്യാപകരെ നിയമിക്കുവാനുമുള്ള തീരുമാനത്തിലാണ് സിൻഡിക്കേറ്റ് ഭേദഗതി നിർദ്ദേശിച്ചത്. അധ്യാപകർ ദീർഘനാൾ സർവീസിൽ തുടരുന്നത് സ്ഥിരം നിയമനത്തിനുള്ള അവകാശം ഉന്നയിക്കാനുള്ള സാധ്യത തടയുന്നതിനാണ് 4 വർഷം പൂർത്തിയായവരെ പിരിച്ചുവിടാനുള്ള തീരുമാനം വന്നത്. എന്നാൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപകരെ മാത്രമായി ഒഴിവാക്കുവാനും 4 വർഷം പൊതുനിബന്ധന ഇവർക്ക് ബാധകമാകരുത് എന്നുമുള്ള സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭേദഗതി വരുത്തിക്കൊണ്ട് മെയ് 28-ന് പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. 4 വർഷം പൂർത്തിയാക്കിയ 100ഓളം അധ്യാപകരെ പിരിച്ചുവിടുമ്പോഴാണ് ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപികയായ നിയമസഭാ സ്പീക്കറുടെ ഭാര്യ ഉൾപ്പെടെ ഏതാനും പേർക്ക് സംരക്ഷണം ഒരുക്കുന്നത്. സ്പീക്കർ ഷംസീറിന്റെ ഭാര്യ 2019 മുതൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ്. നിയമം എല്ലാവർക്കും സമാനമായി ബാധകമാകണമെന്നിരിക്കെ 4 വർഷം പൂർത്തിയാക്കിയ എല്ലാ ടീച്ചർ എഡ്യൂക്കേഷൻ അധ്യാപകരെയും പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെന്റേഴ്സ് ഫോർ VCക്ക് നിവേദനം നൽകിയിരിക്കുകയുമാണ്. ഇതിൽ ഗവർണറിൽ മാത്രമാണ് പ്രതീക്ഷ. കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിരുന്ന KK രാഘേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ട് എന്ന സുപ്രീം കോടതി നിരീക്ഷണം ഉണ്ടായെങ്കിലും നിയമനത്തിന് ഒന്നും സംഭവിച്ചില്ല. നാളെ ഷംസീറിന്റെ ഭാര്യയെയും ഇതേ മട്ടിൽ സ്ഥിരപ്പെടുത്തിയേക്കാനാണ് സാധ്യത. വിധി ഒരു പരിധിവരെ തെറ്റാണെന്നാണ് കോടതി വാക്കാൽ നിരീക്ഷിച്ചത്. എന്നാൽ നിയമനത്തിൽ തൽക്കാലം ഇടപെടുന്നില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നിയമനത്തിനെതിരെ UGCയും ജോസഫ് സക്രിയയും നൽകിയ ഹർജിയിൽ പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി ജസ്റ്റിസുമാരായ JJ മഹേശ്വരി, KV വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ഈ നിരീക്ഷണം നടത്തിയത്. നിയമനം കേസിലെ അന്തിമ തീർപ്പിന് വിധേയമാക്കിയിരിക്കുമെന്നും കോടതി അറിയിച്ചു. തന്റെ നിയമന നടപടികൾ പൂർത്തിയായതായി പ്രിയ വർഗീസ് കോടതിയെ അറിയിക്കുകയും ചെയ്തു. നിയമനം തൽക്കാലം റദ്ദാക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഹൈക്കോടതി വിധി UGC റെഗുലേഷന് എതിരാണെന്നാണ് അപ്പീലിൽ വ്യക്തമാകുന്നത്. UGC ചട്ടത്തിൽ നിഷ്കർഷിക്കുന്ന 8 വർഷത്തെ അധ്യാപന പരിചയത്തിൽ പഠനേതര ജോലികൾ കണക്കാക്കാൻ കഴിയില്ല എന്നും അപ്പീലിൽ പറയുന്നു. അടുത്ത കാലത്ത് സമാനമായ മറ്റൊരു കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടായിരുന്നു. മുൻസിഫ് മജിസ്ട്രേറ്റ് നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രസ്തുത ഉത്തരവ്. ഇതിൽ ഹൈക്കോടതി നടത്തിയ നിയമന രീതിക്കെതിരെ സുപ്രീം കോടതി പരാമർശം നടത്തിയെങ്കിലും ജീവനക്കാരെ പിരിച്ചുവിടേണ്ട എന്നായിരുന്നു ഉത്തരവ്. സമാനമായ ഉത്തരവ് രാഘേഷിന്റെ ഭാര്യയുടെ കാര്യത്തിലും വേണമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. അധ്യാപന പരിചയവും റിസർച്ച് സ്കോറും കുറവായിരുന്നിട്ടും അഭിമുഖത്തിൽ ഉയർന്ന മാർക്ക് നൽകിയാണ് പ്രിയയ്ക്ക് 1ാം റാങ്ക് കിട്ടിയത്. അഭിമുഖത്തിന്റെ വിവരാവകാശ രേഖ സഹിതം VCക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സേവ യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയതോടുകൂടിയാണ് ഗവർണർ പ്രിയയ്ക്കെതിരെ രംഗത്തെത്തിയത്. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 6 പേരാണ് അഭിമുഖത്തിനായി എത്തിയത്. ഇതിൽ ഗവേഷണ പ്രബന്ധങ്ങൾക്കടക്കമുള്ള റിസർച്ച് സ്കോർ ഏറ്റവും കുറച്ച് കിട്ടിയത് പ്രിയ വർഗീസിനാണ്. 156 മാർക്കാണ് പ്രിയയ്ക്ക് ലഭിച്ചത്. പക്ഷേ അഭിമുഖത്തിൽ പ്രിയയ്ക്ക് കിട്ടിയത് ഏറ്റവും ഉയർന്ന മാർക്കാണ്. അഭിമുഖത്തിൽ മാത്രം 32 മാർക്ക് നേടി. 2ാം റാങ്ക് കിട്ടിയ ജോസഫ് സക്രിയയുടെ റിസർച്ച് സ്കോർ 651 ആണ്. അഭിമുഖത്തിലെ മാർക്ക് 30. 3ാം റാങ്കുള്ള ഗണേഷ് സിയുടെ റിസർച്ച് സ്കോർ 645 ആണ്. ഇന്റർവ്യൂവിൽ കിട്ടിയത് 28 മാർക്കും. മാത്രമല്ല ജോസഫ് സക്രിയയ്ക്ക് 15 വർഷത്തിലേറെ അധ്യാപന പരിചയമുണ്ട്. പ്രിയ വർഗീസിന് UGC നിഷ്കർഷിക്കുന്ന 8 വർഷത്തെ അധ്യാപന പരിചയമില്ല എന്ന പരാതി നേരത്തെ ഗവർണർക്ക് മുന്നിലുണ്ട്. പ്രിയയുടെ 3 വർഷം ഡെപ്യൂട്ടേഷനിലെ ഗവേഷണ കാലയളവും ഈ സ്റ്റുഡന്റ് ഡയറക്ടറായുള്ള 2 വർഷത്തെ അധ്യാപക കാലയളവും അനധ്യാപക കാലയളവും ഒക്കെ തന്നെ കണക്കിലാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. മലയാളം അസോസിയേറ്റ് പ്രൊഫസർ പരീക്ഷയിൽ പ്രിയയ്ക്ക് സിൻഡിക്കേറ്റ് 1ാം റാങ്ക് നൽകിയെങ്കിലും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമന ഉത്തരവ് ഇറക്കിയില്ല. പിന്നീട് ഹൈക്കോടതി വിധി വന്ന ശേഷമാണ് നിയമനം നൽകിയത്. പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ നിയമിക്കാനുള്ള നീക്കം നേരത്തെ വിവാദമായിരുന്നു. UGC വ്യവസ്ഥ അനുസരിച്ചുള്ള അധ്യാപന പരിചയം പ്രിയയ്ക്ക് ഇല്ലെന്നായിരുന്നു ഉയർന്ന പ്രധാന ആക്ഷേപം. UGC ചട്ടം അനുസരിച്ച് അസോസിയേറ്റ് പ്രൊഫസർക്ക് ഗവേഷണ ബിരുദവും 8 വർഷം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലുള്ള അധ്യാപന പരിചയവുമാണ് യോഗ്യത. കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനത്തിലും ഈ യോഗ്യതയുടെ കാര്യം പ്രത്യേകം പരാമർശിച്ചിരുന്നു. 2012-ൽ തൃശൂർ കേരളവർമ്മ കോളേജിൽ മലയാളം അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ച KK രാഘേഷിന്റെ ഭാര്യ പ്രിയ വർഗീസ് സർവീസിലിരിക്കെ 3 വർഷത്തെ അവധിയിൽ ഗവേഷണം നടത്തിയാണ് PhD ബിരുദം നേടിയത്.
2018 UGC നിയമനം 3(9) വകുപ്പ് പ്രകാരം അസോസിയേറ്റ് പ്രൊഫസർ നിയമനങ്ങൾക്ക് ഗവേഷണ ബിരുദം നേടിയതിന് വിനിയോഗിച്ച കാലയളവ് അധ്യാപന പരിചയമായി കണക്കുകൂട്ടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ പ്രിയ വർഗീസിന്റെ ആകെ അധ്യാപന പരിചയം 4 വർഷം മാത്രമാണ് എന്ന് വ്യക്തം. ഗവേഷണം കഴിഞ്ഞ് 2019 മുതൽ 2 വർഷം കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറായി ഇവർ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തു. ഭരണപരമായ ഉത്തരവാദിത്വം മാത്രം ഉള്ളതിനാൽ ഈ തസ്തികയും അധ്യാപന പരിചയത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. എന്നിട്ടും എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് കാണിച്ചാണ് പ്രിയ വർഗീസ് കണ്ണൂർ സർവകലാശാലയിൽ തുടക്കത്തിൽ 1.5 ലക്ഷം രൂപ മാസശമ്പളമുള്ള അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിച്ചത്. അഭിമുഖത്തിൽ പ്രിയയെ പങ്കെടുപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ വിഷയം വിവാദമായിരുന്നു. പിന്നീട് അഭിമുഖത്തിൽ പ്രിയ വർഗീസ് 1ാം റാങ്ക് നേടുകയും ചെയ്തു. പക്ഷേ നിയമനം നടത്തിയില്ല. യോഗ്യത സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടെന്നാണ് വൈസ് ചാൻസലർ പിന്നീട് പറഞ്ഞത്. ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴി PhD ചെയ്യാനായി വിനിയോഗിച്ച കാലയളവ് അധ്യാപന പരിചയമായി കണക്കാക്കാനോ എന്നതിൽ വ്യക്തത ഇല്ലെന്നായിരുന്നു VCയുടെ വിശദീകരണം. കണ്ണൂർ സർവകലാശാല മലയാളം പഠന വകുപ്പിലെ അസോസിയേറ്റ് പ്രൊഫസർ അടക്കമുള്ള വിവിധ അധ്യാപക തസ്തികകളിലേക്ക് 2021 സെപ്റ്റംബർ 22-നാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. പ്രസ്തുത തസ്തികയിലേക്ക് ഡോക്ടർ പ്രിയ വർഗീസിന്റേതടക്കം 12 അപേക്ഷകൾ ലഭിച്ചു. UGC നിയമപ്രകാരം രൂപീകരിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി ലഭിച്ച അപേക്ഷകൾ പരിശോധിക്കുകയും പ്രിയ വർഗീസ് അടക്കം 6 അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. സർവകലാശാലകളിൽ നടക്കുന്ന നിയമനങ്ങളിൽ വൻതോതിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നടക്കുന്നത് എന്ന ആരോപണം ഉയർന്നിരുന്നു. KK രാഗേഷ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി മാത്രമായിരിക്കുമ്പോഴാണ് ഭാര്യയ്ക്ക് നിയമനം തരമാക്കിയത്. എന്നാൽ AN ഷംസീർ അതുപോലെയല്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്താനുള്ള അവകാശമില്ലെങ്കിലും ആർജവമുണ്ട്. കണ്ണൂർ സർവകലാശാല ക്യാമ്പസിലെ SFI നേതാവായിരുന്ന ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ നിയമനമെല്ലാം നിസ്സാരമാണ്. അതിന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പിന്തുണയൊന്നും ആവശ്യമില്ല. കാലിക്കറ്റ് സർവകലാശാലയിലെ അധ്യാപക നിയമനത്തിൽ നിന്നും ഷംസീറിന്റെ ഭാര്യയ്ക്ക് ഒരു ഉഗ്രൻ പണിയാണ് അന്ന് CPM നൽകിയത്. പട്ടികയിലെ ആദ്യ 2 റാങ്കുകാർക്ക് കാലിക്കറ്റ് സർവകലാശാല നിയമന അധികാരം നൽകിയത് യാദൃച്ഛികമായല്ല. വിവാദം കണക്കിലെടുത്താണ് സഹലയെ ഒഴിവാക്കിയത് എന്ന് CPM നേതാക്കൾ രഹസ്യമായി പറയുന്നു. 43 അധ്യാപക തസ്തികകളിലേക്കാണ് സിൻഡിക്കേറ്റ് അംഗീകാരം നൽകിയത്. കാലിക്കറ്റ് സർവകലാശാല എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ 2 അധ്യാപക ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. AN ഷംസീർ MLAയുടെ ഭാര്യ സഹല കാലിക്കറ്റ് സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടന്ന ഇന്റർവ്യൂവിൽ 3ാം റാങ്കുകാരിയായിരുന്നു. ഈ ഇന്റർവ്യൂവിലെ ആദ്യ 2 റാങ്കുകാർക്ക് നിയമനം കിട്ടി. ഇതടക്കം 16 വകുപ്പുകളിലേക്കായി 43 അധ്യാപകരുടെ നിയമനത്തിനാണ് സിൻഡിക്കേറ്റ് അംഗീകാരം നൽകിയത്. SFI മുൻ നേതാവും CPM മംഗള ഏരിയ സെക്രട്ടറിയുമായ PK അബ്ദുള്ള നവാസിന്റെ ഭാര്യ ഡോക്ടർ റീഷ കരാളിക്കാണ് ഈ അഭിമുഖത്തിൽ 1ാം റാങ്ക് ലഭിച്ചത്.